വിശാലിന് നമ്മളെ സംശയമുണ്ട്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ആരായാലും ശിക്ഷിച്ചിരിക്കുമെന്ന് അവൻ തറപ്പിച്ച് പറഞ്ഞതിന്റെ അർത്ഥവും അതാണ്. അവൻ നമ്മളെ എങ്ങനെ സംശയിക്കാൻ അയച്ചി? അളിയന്റെ നേർക്ക് നമ്മൾ തിരിയുന്നത് വിശാൽ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അളിയനെ അപായപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ ആ ഹോം നേഴ്സിനെ അവൻ ചോദ്യം ചെയ്യുകയോ അളിയനെ കൊല്ലാൻ നമ്മൾ ആവശ്യപ്പെട്ടത് ഹോം നേഴ്സ് അവനോട് പറയുകയോ ചെയ്തിട്ടില്ല. ആ പാർവതി പോലും നമുക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ അവൻ നമ്മളെ സംശയിക്കുന്നേ? ഹോം നേഴ്സ് അവനോടൊന്നും പറഞ്ഞിട്ടില്ല, ശരി തന്നെ. പക്ഷേ പാർവതി അവനോട് പറഞ്ഞിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മുടെ മുമ്പിൽ വെച്ചൊന്നും അല്ലല്ലോ അവര് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്, ആണോ? അല്ല. അവൾ അവനോട് ഇക്കാര്യം രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അവൾ പറഞ്ഞത് വെച്ച് വിശാൽ വിശ്വസിക്കുമോ? അളിയനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് അവള് പറഞ്ഞ അവനൊരു പക്ഷെ വിശ്വസിക്കും. പക്ഷെ ചേച്ചി അത് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ചേച്ചിയോട് അവന് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ട്. പാർവതിയുടെ വാക്കും കേട്ട് വിശാല് ചേച്ചിക്ക് നേരെ തിരിയില്ല. ഗോപിയേട്ടന് ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഗോപിയേട്ടൻ തന്നെ പറഞ്ഞാലോ? അളിയൻ പറയാനോ? അളിയന്റെ നാവ് തൊണ്ടക്കുഴിയിൽ ചത്തുകിടക്ക. ആ നാവ് വെച്ച് അളിയൻ പ്രഭാവി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് എങ്ങനെ പറയും? അയാളുടെ നാവ് ചത്തുകിടക്കുക ശരി തന്നെ. പക്ഷേ കരയാനും ചെറുതായിട്ട് തലയാനക്കാനും ഒക്കെ അയാൾക്ക് കഴിയുന്നുണ്ട്. അച്ഛനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് പറയാൻ സംശയമുള്ളവരുടെ പേരുകൾ അവൻ ചോദിച്ചാൽ, അമ്മയാണോന്ന് ചോദിക്കുമ്പോ അയാൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിയാലോ? ഓ, അത് ശരിയാണല്ലോ ചേച്ചി. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. അങ്ങനെ അയാൾ തലയാട്ടിയ ചേച്ചി പിന്നെന്താ ചെയ്യാ? എനിക്കറിയില്ല പ്രതാപ. ഇനിയുള്ള കാലം സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് പച്ച തെറി വിളിച്ചിട്ട് അവൻ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. ചേച്ചിയുടെ കൂർമ്മ ബുദ്ധി വെച്ച് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വഴി തെളിയുന്നേ. ഞാൻ അപ്പോഴേക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ജാസ്മിൻ, നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ അരവിന്ദിന്റെ കയ്യിലുണ്ട്. അയാൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ പറ്റൂ ജാസ്മിൻ. വിശാലിന്റെ സ്വത്ത് മോഹിച്ച് വന്നിട്ട് കിട്ടുന്നത് ഗോതമ്പുണ്ടാവരുത്. നിന്റെ ഈ കയ്യിൽ വിലങ്ങ് വീണത് കൊണ്ടൊന്നും ആ പാർവതി ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. പാർവതി കൈവച്ച ഗാർഗയും രാധികയും എല്ലാം പിന്നെ കൈവച്ചു തുടങ്ങും. നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? സുശീലാന്റിയാ. സുശീലാന്റി ഇത്രയും കാലം നിന്റെ കൂടെ നിന്നതേ പാർവതി വിശാലിന് ചേർന്ന ഭാര്യയല്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാ. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വിശാലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നതെന്ന് അർത്ഥം. വിശാലിനെ നീ കൊല്ലാൻ നോക്കിയത് അവരറിഞ്ഞാലേ പാർവതിയും ഗാർഗിയും ചെയ്യുന്നത് പോലെ നിന്നെ തല്ലുകയല്ല ആന്റി ചെയ്യുന്നത്, കൊല്ലും. കൊന്ന് കത്തിച്ചു കളയും. അതുകൊണ്ടാ പറയുന്നത്, അരവിന്ദൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. നമ്മൾ എങ്ങോട്ട് പോവും? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം നീ എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് എന്റെ കൂടെ വന്നേ. നമ്മൾ എവിടെ പോയാലും അയാൾ അവിടെ എത്തും. കൊലപാതക ശ്രമമോ നമ്മുടെ പേരിലുള്ള കുറ്റം. ശ്രമം മാത്രമല്ല, കൊലപാതകവും. ഇതൊരു ചെറിയ കേസല്ല. പ്രതികൾ മുങ്ങി അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാന്നൊക്കെ പോലീസ് പറയൂ.
അക്ഷരാർത്ഥത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ പിടികൊടുക്കണമെന്നാണോ? പിടികൊടുക്കാനോ? ഈ ജാസ്മിനോ? ഇവിടെ നിന്നുകൊണ്ട് ഞാനങ്ങ് പൊരുതും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും ജാസ്മിൻ? എനിക്കേ പലതും ചെയ്യാൻ കഴിയും. ഏട്ടൻ കണ്ടോ, വിശാലിന്റെ സ്വത്ത് മോഹിച്ച വന്ന് എനിക്ക് ആ സ്വത്ത് തന്നെ കിട്ടണം. ഗോതമ്പുണ്ട പോരാ, സുശീലാന്റിയുടെ ഗുഡ് ബുക്കിൽ തന്നെ എനിക്ക് തുടരണം. പക്ഷേ എങ്ങനെ? പല കളികളും കളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. പ്ലാൻ എ കഴിഞ്ഞ പ്ലാൻ ബി. നമ്മൾ അടുത്ത കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ പേടിക്കാതിരിക്കേ. പോലീസും പട്ടാളവും കൂട്ടത്തോടെ വന്നാലും നമ്മൾ ചങ്കുറപ്പോടെ തന്നെ അവരെ നേരിടും. പ്ലാൻ ബി എന്താണെന്ന് ഏട്ടൻ നോക്കിക്കോ. പക്ഷേ അപ്പ ഏട്ടൻ ഞെട്ടരുത്. എങ്ങോട്ടോ രണ്ടുപേരും കൂടി ഈ പെട്ടിയൊക്കെ ആയിട്ട്? അല്ല, പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ വിവാഹമാണ് ആന്റി. പപ്പ നാട്ടിലില്ലാത്തോണ്ട് ജാസ്മിനെയും കൂട്ടി എന്നോട് പോകാൻ പറഞ്ഞിരിക്കുക. 1 വീക്ക് കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ കേട്ടോ. അല്ല ഏട്ടാ, ഇന്ന് തന്നെ പോണോ? സൺഡേ അല്ലേ വിവാഹം? നമുക്ക് നാളെ പോയി പോരെ ഏട്ടാ? ഇന്ന് തന്നെ പോണതല്ലേ പപ്പ നമ്മളോട് പറഞ്ഞത്. ആ വാക്ക് എനിക്ക് അനുസരിച്ചേ പറ്റൂ. നീ വന്നേ. ശരി ആന്റി, വാ നടക്ക്. ജാസ്മിൻ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അരവിന്ദന് പിടികൊടുക്കാതെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് നിന്റെ ഒരു തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ്. അല്ല, രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ദൂരയാത്രയാണെന്ന് തോന്നുന്നല്ലോ. പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ വിവാഹമാണ് സർ. ഏത് ക്ലയന്റാ മകൾ? എവിടെ വെച്ചാ വിവാഹം? മുഹൂർത്തം എത്ര മണിക്കാ? അത് പിന്നെ കല്യാണം മുഹൂർത്തം. അതെ, കല്യാണമായ സ്ഥലവും മുഹൂർത്തവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്, ഇവിടെ തന്നെ നിന്ന് അതൊന്ന് ആലോചിച്ചുറപ്പിക്ക്. ഞാൻ അകത്തോട്ടൊന്ന് കയറട്ടെ. കല്യാണത്തിന് വേറെ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഡോ, ഇവരും ശ്രദ്ധിച്ചു. അല്ല, ഇതാര് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദൻ സാറോ? എന്താ സാർ ഈ വഴിക്കൊക്കെ? വിശാലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കളും മണപ്പിച്ച് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തെങ്കിലും തെളിവുകൾ വെച്ച് പോലീസിനൊരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ബുദ്ധിയുള്ള പ്രതികൾക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു പഴുത് കിട്ടിയാലും മതി. അതുകൊണ്ട് പഴുതുകൾ അടച്ച് തെളിവിന് വേണ്ടി തപ്പുകയായിരുന്നു ഞാൻ ഇത്രയും ദിവസം. ആ തെളിവുകൾ ഇപ്പോൾ കിട്ടി. ഇനി എനിക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം. സാറ് പറയുന്ന കേട്ടില്ല വിശാലേ? പൂക്കളിൽ വിഷം തെളിച്ച് നിന്നെ കൊല്ലാൻ നോക്കിയ ആളെ സാറ് കണ്ടുപിടിച്ചു എന്ന്. ആ, ദേ നിൽക്കുന്നു യഥാർത്ഥ പ്രതി. ഇപ്പോഴും നിന്റെ വാലിത്തൊങ്ങല്ലേ നടക്കുന്നത്? നീ തന്നെ അവളെ പിടിച്ച് അരവിന്ദ് സാറിനെ ഏൽപ്പിക്ക്. പോലീസിന് പിടിച്ചുകൊടുത്താൽ മാത്രം പോരാ,
വിശാൽ സാർ എന്ന് വിളിച്ച് മുഴുവൻ സമയവും നിന്റെ കൂടെ നടന്നിട്ട് നിന്നെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കിയില്ലേ? അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അരവിന്ദ് സാർ, ഒരു 10 കൊല്ലമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പ് എഴുതി ചേർക്കണം. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ദുശീലാന്റി തന്നെ പോയി ജഡ്ജി കസേരയിൽ ഇരുന്നിട്ടേ തൂക്കിക്കൊല്ലം വിധിക്ക്. എന്റെ ആന്റി, പ്രതി ആരാണെന്ന് പറയാനാ അരവിന്ദൻ സാർ വന്നിരിക്കുന്നത്. സാറത് പറയുന്നതിന് മുൻപേ തോക്കില് കയറി വെടിവെക്കല്ലേ ദുശീലാന്റി. സർ, എന്റെ റൂമിൽ എന്നെ കൊല്ലാൻ വേണ്ടി വിഷം സ്പ്രേ ചെയ്ത പൂക്കൾ വെച്ചത് ഞാനല്ല കണ്ടുപിടിച്ചത്. ഇവരൊക്കെയാണ് സർ. അത് ചെയ്തത് ആരാണെന്നോ അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ല സർ. പ്രതി പാർവതിയാണെന്നാണ് സാറിനെ കണ്ടെത്തലെങ്കിൽ സാറിന് ഇവളെ കൊണ്ടുപോവാം. പ്രതി ആരാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. ആരാ സാർ? ഇവള് തന്നെയല്ലേ? പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. ജതിൻ, സ്ഥലവും മുഹൂർത്തവും ഒക്കെ ഓർമ്മ വന്നോടാ? ആരുടെ കല്യാണം എന്ന് പറഞ്ഞ? പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ. ഞാൻ വന്നതുകൊണ്ട് പോക്ക് വൈകില്ലേ? ഇവിടെ പലർക്കും ജാസ്മിനെയാണ് സംശയം. അതുകൊണ്ട് കുറച്ച് വൈകിയാലും ഇത് കഴിഞ്ഞിട്ടങ്ങ് പോയാൽ മതി. വരാൻ അല്പം വൈകുന്നു ആ ക്ലയന്റിനെ വിളിച്ച് പറഞ്ഞേക്ക്. അത് സാരമില്ല സർ, കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. സൺഡേ ആണ് വിവാഹം. അങ്ങനെ ഒരു ക്ലയന്റും ആ ക്ലയന്റിനൊരു മകളും, അങ്ങനെ ഒരു വിവാഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ പറ്റുമോ രണ്ടുപേർക്കും? ഇല്ല. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് ഇവിടുന്ന് മുങ്ങാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ രണ്ടുപേർക്കും. ആം ഐ റൈറ്റ്? ഞങ്ങൾ എന്തിനാ സാർ മുങ്ങുന്നത്? പറയാം. വിശാലിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആ കെമിക്കലും ഈ മേക്കപ്പ് മെറ്റീരിയൽ കെമിക്കലും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ദാ ഇത്. ഈ മേക്കപ്പ് മെറ്റീരിയലിന്റെ ഉടമയാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി. ഇത് ആരുടെയാണ്? സർ, അത് പാർവതിയുടേതല്ല സർ. കഴിഞ്ഞ ദിവസം പാർവതി സാറിനോട് പറഞ്ഞില്ലേ, പൗഡറും കൺമഷിയും മണമുള്ള സോപ്പുകളും ഒക്കെയാണ് അവളുടെ ആഡംബരമെന്ന്. നല്ലൊരു പൊട്ടുകൂടി കിട്ടിയ പിന്നെ ലക്ഷറിയായി. സാറേ, കുറ്റവാളി ആരാണെന്നറിയാനുള്ള തിടുക്കത്തില്ല ഇവിടെ എല്ലാവരും. സാർ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതാരാണെന്ന് സാറ് തന്നെ അങ്ങ് പറഞ്ഞാട്ടെ. അമ്മ പറഞ്ഞ ശരിയാ. പ്രതി ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ പാർവതിക്ക് നേരെ ചൂണ്ടാൻ കുറെ വിരലുകളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഒരു സോളിഡ് എവിഡൻസുമായി ഞാൻ വന്നപ്പോ
അവർക്കെല്ലാം ജാസ്മിന് നേരെ വിരൽ ചൂണ്ടാൻ മടി. വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കൃത്യത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോന്ന് കൂടി അറിയണമല്ലോ. പ്രതി പാർവതിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതാപൻ ഒരുപാടങ്ങ് പരിശ്രമിച്ചു. അല്ലേ പ്രതാപ? അയ്യോ സാറേ, ഞാനങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. കള്ളം പറയല്ലേ പ്രതാപൻ സാറേ. സാറ് പരിശ്രമിച്ചിരുന്നു. പാർവതിയെ ഞാൻ വഴിവിട്ട് സഹായിച്ചുവെന്ന് പ്രതാപൻ DYSP സാറിനോട് പോയി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന സാറിനെയും വിശ്വസിപ്പിച്ച് അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമെന്ന് പ്രതാപൻ റിക്വസ്റ്റ് ചെയ്തു. അത് ശരിയാ, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് മുഖ്യം വിശാല. അവനൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല പ്രതാപ. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ. ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് പ്രതാപൻ കൂട്ടുപ്രതിയാവാതിരിക്കാൻ വേണ്ടിയല്ലേ? സാർ എന്തൊക്കെയാ പറയുന്നേ? വിശാലിനെ കൊല്ലാൻ നോക്കിയതിൽ എനിക്ക് പങ്കുണ്ടെന്നാണോ സാർ സ്ഥാപിക്കാൻ നോക്കുന്നേ? ഞാനെന്തിനാ വിശാലിനെ കൊല്ലുന്നേ? അതാണ് എനിക്കും അറിയേണ്ടത്. ചാൻലിയാർ തലയിൽ വീഴ്ത്തി വിശാലിനെ കൊല്ലാൻ പ്രതാപൻ ശ്രമിച്ചിട്ടില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. മിസ്റ്റർ അരവിന്ദൻ, പാർവതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും ഒരു കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയാണോ സാർ ഈ ഫയലും മേക്കപ്പ് കിറ്റും ഒക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പ്രതാപം കഴിഞ്ഞാൽ അടുത്ത ഊഴം പ്രഭാവതിയാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ കോപ്രായം കാണിക്കുന്നത്? കൂട്ടുപ്രതിയെ തിരിച്ചറിയാൻ ഇങ്ങനെ നിരത്തി നിർത്തി പ്രതിയെ ചോദ്യം ചെയ്യണമെന്നില്ല. കുറ്റകൃത്യത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്ന് പ്രതിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അതാണ് പോലീസിന്റെ രീതിയും. നീ തന്നെ പറയ്, പൂക്കളിൽ സ്പ്രേ ചെയ്ത സ്ലോ പോയിസൺ നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? അതിന് നിന്നെ ആരാണ് സഹായിച്ചത്? ഇവരൊക്കെ ഉണ്ടോ? കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എന്റെ നേർക്ക് തന്നെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. നിന്റെ മേക്കപ്പ് മെറ്റീരിയൽ മൂട്ടിച്ച് പാർവതി നിനക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കിയെന്നാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അതിന് നീ ശ്രമിക്കണ്ട. ഈ മേക്കപ്പ് മെറ്റീരിയൽ എനിക്ക് കൊടുത്തയച്ചതേ പാർവതി തന്നെയാണ്. വിപിന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. ഇതുമായി വിപിൻ എന്റെ അടുത്ത് വരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ വന്ന് വിപിനെ അപായപ്പെടുത്താൻ നോക്കി. അവരെ എന്റെ പോലീസുകാരങ്ങ് പൊക്കി. കൊട്ടേഷനാണെന്ന് അവർ സമ്മതിച്ചു. കൊട്ടേഷൻ കൊടുത്തത് ഈ ജതിൻ. ഇതിലും വലുതായി എന്ത് തെളിവാ വേണ്ടത് ജാസ്മിൻ മാഡം? അന്നേ ഞാൻ പറഞ്ഞതല്ലടാ നിന്റെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന്. ജാസ്മിൻ,
എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ നീ വിശാലിനെ കൊല്ലാൻ നോക്കിയത്? നീ സെൽഫിഷ് ആടാ, വെറും സെൽഫിഷ്.